മുനമ്പം കമ്മീഷൻ സർക്കാർ നിയോഗിച്ച മുനമ്പം കമ്മീഷനെ നേരത്തെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നെങ്കിൽ ആ കമ്മീഷൻ അതിന്റെ പ്രവർത്തനം തുടരാം എന്ന തീരുമാനം പറയുന്നു ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്. അതായത് കമ്മീഷനെ റദ്ദു ചെയ്ത കമ്മീഷന്റെ പ്രവർത്തനം തടഞ്ഞ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് സ്റ്റേ കൊടുത്തിരിക്കുകയാണ് ഡിവിഷൻ ബെഞ്ച് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ കേരളത്തിലെ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നിനെ മുൻനിർത്തിക്കൊണ്ട് സർക്കാർ നിയോഗിച്ച കമ്മീഷന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി. നേരത്തെ തന്നെ കോടതികൾ തീർപ്പാക്കിയിട്ടുള്ള ഒരു കേസിനകത്ത് വീണ്ടും പുനഃപരിശോധനയ്ക്ക് ഒരു കമ്മീഷനെ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുന്നതിൽ പ്രശ്നമുണ്ടെന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി പ്രസ്താവമെങ്കിൽ അതല്ല, ആ കമ്മീഷന് പ്രവർത്തനം തുടരാം. സർക്കാരിന്റെ വാദഗതികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത് മനസ്സിലാക്കണം. അഹമ്മദ് മുസ്തഫ എന്നോടൊപ്പം ചേർന്ന്. മുസ്തഫ, ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം എന്താണ്? ഈ സ്റ്റേ ഏർപ്പെടുത്തുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും കമന്റ്സ് കോടതിയിൽ നിന്നുണ്ടാവുന്നുണ്ടോ? ഇപ്പൊ തൽക്കാലം മുനമ്പം കമ്മീഷന് തുടരാം എന്നുള്ള ഒരു ഇടക്കാല ഉത്തരവാണ് വന്നിരിക്കുന്നത്. അതിൽ താങ്കളുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങളിലേക്ക് സ്വാഭാവികമായും വിശദമായ വാദം കേൾക്കും. ഒരു ഇടക്കാല ഉത്തരവാണ്. കമ്മീഷന്റെ പ്രവർത്തനാനുമതി സംബന്ധിച്ച് അതിൽ സർക്കാർ ചില ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു ഇടക്കാല ഉത്തരവ് എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഉത്തരവിനെ കാണേണ്ടത്. താൽക്കാലം കമ്മീഷന് തുടരാമെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. പ്രധാനപ്പെട്ട ചില വാദങ്ങൾ സർക്കാർ ഉന്നയിച്ചത് ഈ മുനമ്പം പ്രശ്നം പഠിക്കാൻ നിയോഗിച്ച CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ തുടരാൻ അനുവദിക്കണം, വസ്തുതാന്വേഷണം പൂർത്തിയാക്കാനെങ്കിലും അനുവദിക്കണം. മാത്രമല്ല ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവ് അതിന്റെ ഒരു പഠനത്തിന്റെ ഒരു ഫൈൻഡിങ്സ് ഉൾപ്പെടെ വരുന്നത് വരേക്കെങ്കിലും ഇത് തുടരാൻ അനുവദിക്കാതെ ഈ കമ്മീഷന്റെ പ്രവർത്തനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് എന്ന് പറയുന്നത് അത് വസ്തുതാപരമല്ല, നിയമപരമല്ല. അത്തരത്തിൽ അത് നിയമസാധുത ഇല്ലാത്തൊരു ഉത്തരവാണ്. അതുകൊണ്ട് അതിന്റെ ഒരു സാങ്കേതിക വശവും അതോടൊപ്പം തന്നെ നീതിന്യായ വ്യവസ്ഥയുടെ മറ്റു വശങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇതിനെ തുടരാൻ അനുവദിക്കണമെന്നാണ് ആ ഉത്തരവിലുള്ളത്. സർക്കാരിന്റെ അപ്പീലിലുള്ളത്. ആ ആവശ്യങ്ങൾ എന്തായാലും തൽക്കാലത്തേക്ക് കോടതി അംഗീകരിച്ചിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ്, ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് S മനു എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല ഈ അപ്പീലിൽ ഉന്നയിച്ചിരിക്കുന്നത്. എങ്ങനെ ഈ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാമെന്നാണ് സർക്കാർ ശ്രമിക്കുന്നത്. വസ്തുതകൾ പരിശോധിക്കാൻ, ആ പ്രശ്ന പരിഹാരത്തിന്റെ ഭാഗമായി എന്താണ് അവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്നുള്ള വസ്തുത പരിഹരിക്കാനാണ് സർക്കാർ ഈ ഒരു കമ്മീഷനെ നിയോഗിച്ചത്. ഒപ്പം തന്നെ അവിടുത്തെ നൂറുകണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണത്. അതുകൊണ്ട് അതിനകത്തൊരു പൊതു താല്പര്യം കൂടിയുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഉയർന്നു വന്നിരിക്കുന്ന ചില ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം പഠിച്ച് സർക്കാരിലേക്കൊരു റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ കമ്മീഷന്റെ ഉത്തരവാദിത്തം. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു ഈ പ്രശ്ന പരിഹാരത്തിന് സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ഇടപെടൽ നടത്തുന്നതിന് ഒരു എങ്ങനെ ഇടപെടാനാകുമെന്നുൾപ്പെടെയുള്ള ഒരു കമ്മീഷന്റെ പ്രവർത്തന റിപ്പോർട്ട് അനുസരിച്ച് സർക്കാർ അതിലേക്ക് നോക്കുകയാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിരുന്നു. എന്തായാലും ഈ ഓർഡറിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് 2-3 കാര്യങ്ങൾ മാത്രം സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ എന്നതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പരാമർശങ്ങൾ മാത്രമാണ് ഈ ഉത്തരവിലുള്ളത്. എന്തായാലും അതിനുശേഷം ഇനി ഈ ഉത്തരവിന്റെ വിശദാംശങ്ങൾ കിട്ടിയാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാക്കാനും കഴിയും. നിഷാദ്, ഈ കാര്യത്തിൽ സർക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യം, അതായത് ഇതൊരു വസ്തുതാന്വേഷണ കമ്മീഷൻ മാത്രമാണ്, ഈ കമ്മീഷൻ എന്തെങ്കിലും തരത്തിലുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശമില്ല, കമ്മീഷന്റെ കണ്ടെത്തലുകൾക്ക് മേൽ തുടർ നടപടികൾ എന്നത് സർക്കാരിന്റെ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നടപടികൾ എടുക്കുക എന്ന സർക്കാരിന്റെ പ്ലാനല്ല. എന്താണ് നടക്കുന്നത് എന്ന് പഠിക്കാനുള്ള കേവലമായ വസ്തുതാന്വേഷണ സമിതി, ഇതൊരു ജുഡീഷ്യൽ കമ്മീഷനല്ല, ഒരു ജുഡീഷ്യൽ പവർ ഇതിനില്ല എന്ന വാദം പ്രഥമ ദൃഷ്ടിയ കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് എടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനമായി സർക്കാർ ഉന്നയിച്ച ചില ഈ കഴിഞ്ഞ സിറ്റിംഗിൽ ഈ അപ്പീലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സിറ്റിംഗിൽ സർക്കാർ ഉന്നയിച്ച ചില പ്രധാനപ്പെട്ട വാദങ്ങളാണ്. ഒന്ന്, സർക്കാർ പറഞ്ഞിരിക്കുന്നത് സിംഗിൾ ബെഞ്ച് ഉത്തരവ് എന്ന് പറയുന്നത് ഈ കമ്മീഷന്റെ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് തന്നെ അതിന്റെ വഖഫ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിലിരിക്കുന്ന ചില വിഷയങ്ങൾ, ആ ട്രൈബ്യൂണലിന്റെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ സർക്കാരിന് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വാദം അംഗീകരിച്ചാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കിയത്. പക്ഷേ ഇവിടെ നടക്കുന്നത് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ച ആളുകളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. അതായത് ഈ മുനമ്പത്ത് ഒരു പ്രശ്നം നടക്കുന്നു, ആ പ്രശ്നം എന്താണ് അവിടെ യഥാർത്ഥ സിറ്റുവേഷൻ, സാഹചര്യം എന്താണ് എന്നത് സംബന്ധിച്ച് കമ്മീഷൻ ഒരു പഠനം നടത്തും, അതിന്റെ റിപ്പോർട്ട് നൽകും. ഒപ്പം തന്നെ ഇതിൽ പൊതു താല്പര്യമുണ്ട്, നൂറുകണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, അവിടുത്തെ ഭൂമി സംബന്ധിച്ച വിഷയങ്ങളുണ്ട്, ഒപ്പം തന്നെ ഒരു പൊതു താല്പര്യ വിഷയമുണ്ട്, ക്രമസമാധാന വിഷയം എന്നുള്ള നിലയ്ക്ക് ആ കമ്മീഷന്റെ അന്വേഷണം ആവശ്യമാണ്. അതുകൊണ്ട്
കമ്മീഷന് തൽക്കാലത്തേക്ക് പ്രവർത്തനം നടത്താനെങ്കിലും അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ട് കിട്ടാനെങ്കിലും അനുവദിക്കണം. അത് സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമപരമല്ല. അതുകൊണ്ട് ആ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്, കമ്മീഷനെ റദ്ദ് ചെയ്ത സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദ് ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് കമ്മീഷനെ തുടരാനെങ്കിലും അനുവദിക്കണം എന്നുള്ളതാണ് ഈ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ തുടരാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സർക്കാരിന്റെ അപ്പീലിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ കമ്മീഷന്റെ പരിഗണനാ വിഷയത്തിൽ വഖഫ് ട്രൈബ്യൂണലിനകത്തുള്ള മറ്റു ചില വിഷയങ്ങൾ, ഈ വഖഫ് കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങളെല്ലാം ഈ കമ്മീഷന്റെ പരിഗണനാ വിഷയമെന്ന് അപ്പീലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിലെ ഈ അപ്പീൽ അംഗീകരിച്ചുകൊണ്ട് ഉള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷനെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട് അതിന്റെ നിയമസാധുത അല്ലെങ്കിൽ അത് നടപ്പിലാക്കേണ്ട വിഷയങ്ങൾ, കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ച് അത് ഏതെങ്കിലും തരത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണോ വേണ്ടയോ, അത് നിയമപരമായി നിലനിൽക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ ഇതൊരു ഇടക്കാല ഉത്തരവാണ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ വിശദമായ വാദം ഇനിയും നടക്കാനുണ്ട്. ആ അപ്പീൽ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പീൽ ഏതെങ്കിലും തരത്തിൽ കോടതി അവസാനിപ്പിച്ചിട്ടില്ല. അപ്പീലിലെ നടപടികൾ തുടരും. ആ അപ്പീലുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം കേൾക്കും. ഇപ്പോൾ നടന്നിരിക്കുന്നത് തൽക്കാലത്തേക്ക് കമ്മീഷന്റെ പ്രവർത്തനം തുടരാനുള്ള ഒരു അനുമതിയാണ്. നേരത്തെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഈ കമ്മീഷന്റെ പ്രവർത്തനം റദ്ദ് ചെയ്തിരുന്നു. വഖഫ് ട്രൈബ്യൂണലിന്റെയും അതോടൊപ്പം തന്നെ വിവിധ സിവിൽ കോടതികളും കണ്ടെത്തിയ വസ്തുതകൾക്ക് മേൽ മറ്റൊരു അന്വേഷണം നടത്താൻ ജുഡീഷ്യൽ കമ്മീഷൻ അധികാരമില്ല എന്നതുൾപ്പെടെയുള്ള വാദങ്ങളാണ് അന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആ ഉത്തരവ് താൽക്കാലത്തേക്ക് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നു. അതായത് സർക്കാർ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ തൽക്കാലത്തേക്ക് കമ്മീഷനെ പ്രവർത്തിക്കാൻ അനുവദിക്കണം എന്നുള്ളൊരു അപ്പീൽ പ്രാഥമികമായി തന്നെ കോടതി ഒരു ഇടക്കാല ഉത്തരവിലൂടെ അനുവദിച്ചു നൽകുന്നു. കമ്മീഷന് പ്രവർത്തിക്കാം. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷന് മുൻപത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ടേംസ് ഓഫ് റെഫറൻസിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പഠനം നടത്താം. ആ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ കമ്മീഷന്റെ പ്രവർത്തന റിപ്പോർട്ട് സംബന്ധിച്ച് മുൻപത്ത് ഏത് തരത്തിൽ നടപടിയെടുക്കണം എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഇനിയും ഹൈക്കോടതിയിൽ വാദം നടക്കേണ്ടതുണ്ട്. ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലുള്ള ഈ അപ്പീലിൽ, സർക്കാരിന്റെ അപ്പീലിൽ വാദം നടക്കേണ്ടതുണ്ട്. ആ വാദത്തിനോടൊപ്പം അഡ്വക്കേറ്റ് അരുൺകുമാർ CPI എന്നത് ടെലിഫോണിൽ. അരുൺകുമാർ, ഈ കേസിൽ ആദ്യം ഇതിന് ഈ മുൻപം കമ്മീഷനെ റദ്ദാക്കിക്കൊണ്ട് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വരുന്ന ഘട്ടത്തിൽ സർക്കാർ അവധാനതയില്ലാതെ ഇടപെട്ടതിന്റെ ആലോചനയും കൂട്ടുത്തരവാദിത്വവും ഇല്ലാതെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ കിട്ടിയ വിധി എന്നാണ് അന്ന് വിമർശനം വരുന്നത്, പ്രതിപക്ഷത്തു നിന്ന് പ്രധാനമായും. ഇപ്പോൾ വീണ്ടും ആ കമ്മീഷൻ തുടരാനുള്ള അനുമതി കിട്ടുമ്പോൾ സർക്കാരിന് വലിയ ആശ്വാസം അത് ഉണ്ടാക്കുന്നുണ്ട്. അത് എന്തുമാത്രം രാഷ്ട്രീയമായി കൂടി ഉണ്ടാക്കുന്നുണ്ടെന്നാണ് താങ്കൾ പറയുക?